നമസ്കാരം. സൗദി അറേബ്യ സന്ദർശിക്കുന്നവർ ഇവിടെ വെച്ച് വാഹനം ഓടിക്കാനും അതിനായി ഒരു കാർ വാടകയ്ക്കെടുക്കാനും ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനു മുൻപ് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന വ്യവസ്ഥകളുണ്ട്. സൗദി അറേബ്യയുടെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക് പുറത്തിറക്കിയ നിബന്ധനകൾ പ്രകാരം ടൂറിസ്റ്റുകൾക്ക് രാജ്യത്ത് വാഹനം ഓടിക്കണമെങ്കിൽ ഒരു ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റോ വിദേശ ഡ്രൈവിംഗ് ലൈസൻസോ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. പ്രധാനമായും 5 നിബന്ധനകൾ ഇവർ പ്രത്യേകമായി പാലിക്കണമെന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നു. നിയമം പാലിക്കാത്തവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക് മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ഇതിൽ ആദ്യത്തേത് ലൈസൻസ് അനുയോജ്യതയാണ്. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾ ഓടിക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിന്റെ തരവുമായി പൊരുത്തപ്പെടേണ്ടതുണ്ട്. രണ്ടാമതായുള്ളത് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിന്റെ വിവർത്തനമാണ്. ഒരു ടൂറിസ്റ്റ് വിസയിലുള്ള സന്ദർശകർ അവരുടെ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഒരു അംഗീകൃത അതോറിറ്റി അറബിയിലേക്ക് നിയമപരമായി വിവർത്തനം ചെയ്തിരിക്കണം. നിയമപാലകർക്ക് നിങ്ങളുടെ ലൈസൻസ് ശരിയായി വ്യാഖ്യാനിക്കാൻ സൗകര്യം ഒരുക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. മൂന്നാമതായുള്ളത് സാധുതായ കാലയളവാണ്. സൗദി അറേബ്യയുടെ ട്രാഫിക് നിയമത്തിലെ ആർട്ടിക്കിൾ 42 അനുസരിച്ച് ഒരാൾ രാജ്യത്തിലെത്തിയ തീയതി മുതൽ 1 വർഷം വരെയോ അല്ലെങ്കിൽ ലൈസൻസ് കാലഹരണപ്പെടുന്നത് വരെയോ ആയിരിക്കും ഒരു അന്താരാഷ്ട്ര വിദേശ ഡ്രൈവിംഗ് ലൈസൻസിന്റെയും സാധുത. ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതാണ് പരിഗണിക്കുക. നാലാമതായി പറയുന്നത് ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിലെ, അതായത് GCC രാജ്യങ്ങളിലെ താമസക്കാർക്ക് അവരുടെ GCC നൽകിയ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാവുന്നതാണ്. അത് സാധുതയുള്ളതാണെങ്കിൽ മാത്രം ആണ്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണത്. GCC നിവാസികൾക്ക് സൗദി അറേബ്യയിൽ ഒരു അന്താരാഷ്ട്ര ഡ്രൈവിംഗ് പെർമിറ്റ് ഉപയോഗിക്കാൻ കഴിയില്ല എന്നതാണ്. അവർ ഡ്രൈവ് ചെയ്യുന്നതിന് അവരുടെ സാധുവായ GCC നൽകിയ ഡ്രൈവിംഗ് ലൈസൻസിനെ മാത്രം ആശ്രയിക്കേണ്ടി വരും. സൗദി അറേബ്യയിലെ നിയമപരമായ ഡ്രൈവിംഗ് പ്രായം 18 വയസ്സാണെങ്കിലും ഒരു കാർ വാടകയ്ക്ക് എടുക്കാൻ നിങ്ങൾക്ക് കുറഞ്ഞത് 21 വയസ്സെങ്കിലും പ്രായമുണ്ടായിരിക്കണം. സൗദി അറേബ്യയിൽ ഒരു കാർ വാടകയ്ക്ക് എടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളും ഒരുപാടുണ്ട്. അതൊക്കെ വിശദമായി പഠിച്ചതിന് ശേഷം മാത്രമേ അവിടെ നിന്ന് ഒരു വാഹനം എടുക്കാൻ പാടുള്ളൂ.